ഇന്നും പാപിയും ദോഷിയും എന്ന് പറയുന്ന എല്ലാവരും യേശുക്രിസ്തുവിന് മുമ്പിൽ നഗളികളാണ്, അഹങ്കാരികളാണ്, നരകവിധിക്ക് യോഗ്യനാണ്. കാരണം എന്താണ്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗം കഴിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ട ഒരു ഉദാഹരണം കൂടെ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേഗത്തിൽ നിന്നിട്ടാണ്, ഞങ്ങൾക്ക് തിരക്കുണ്ട്. പ്രിയപ്പെട്ട ഞാൻ ഒരു കാര്യം എന്റെ അനുഭവം പറയാം. ഞാൻ വളരെ പട്ടിണി കിടന്ന് ജീവിച്ച ഒരു ബാല്യകാലമുണ്ട്. എന്റെ അമ്മ എന്താണ്, പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ല, ആ ദിവസങ്ങളോളം പട്ടിണി കിടന്നാണ് സ്കൂളിൽ പോകുന്നത്. ബാല്യകാലം ദാരിദ്ര്യം പറയല്ല, പക്ഷെ ഇതിൽ ഞാൻ ക്രിസ്തുവിന്റെ ഭർമ്മം പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിറകില്ല, ഗ്യാസ് ഇല്ല, കറണ്ട് ഇല്ല, ഞങ്ങളുടെ വീട്ടില് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയും ഈർക്കിൽ മാത്രമുള്ള മേൽക്കൂരയും മാത്രം. വല്ലപ്പോഴും കിട്ടുന്ന അരിയിട്ട് അമ്മ കഞ്ഞി വെക്കും. ഒരു ദിവസം സ്കൂളിലുള്ള ദിവസമാണ്. അമ്മ അന്നെന്താണ് വിറകില്ലാത്തതുകൊണ്ട് തേക്കിന്റെ കരിയില പറക്കി അമ്മ എന്താണ് അല്പം ഭക്ഷണം ഉണ്ടാക്കി എനിക്കൊരു ഇലയ്ക്കകത്ത് പൊതി കെട്ടി കൈ തന്നു. ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. ഞങ്ങൾ ഹിന്ദുക്കളിൽ ഞങ്ങൾ വഴക്കുണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് എന്താണ് കാര്യമില്ലെങ്കിലും വെറുതെ വഴക്കുണ്ടാക്കും. അമ്മ കഷ്ടപ്പെട്ട ആസ്മാ രോഗിയായിരിക്കുന്ന എന്താണ് അസ്ഥിപഞ്ചരമായിരിക്കുന്ന അമ്മ തേക്കിന്റെ കരിയില വെച്ച് ഊതി ഊതി കത്തിച്ച് ഈ ചോറുണ്ടാക്കി എനിക്ക് ഇലയിൽ പൊതി കെട്ടി കൈ തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. ആ വഴക്കുണ്ടാക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ട് ഞാൻ എന്റെ പുസ്തകം എടുത്ത് തോൾ വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അല്പം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ അമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് എന്നെ തന്നെ കാത്തിരിക്കുകയാണ്. ഉച്ചയായി പ്രിയപ്പെട്ടവരെ. ഉച്ചയായിട്ടപ്പോ എന്റെ കൂട്ടുകാരൊക്കെ നല്ല മുട്ട പൊരിച്ചതും നല്ല എന്താണ് മീൻ വറുത്ത് നല്ല മണം വരുന്നുണ്ട്. വിശന്നിരിക്കുന്നതിന്റെ മണമൊക്കെ വലിയ ആസ്വാദികരമാണ്. അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഷണ്ണനായിട്ടാണ് വരാൻ തന്നിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഞാൻ വിശന്നിരുന്നു? എന്റെ അമ്മ എനിക്ക് ചോറ് തരഞ്ഞിട്ടാണോ? എന്റെ അമ്മ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാഞ്ഞിട്ടാണോ? അല്ല, എന്റെ അഹങ്കാരമുണ്ട്. എന്റെ അമ്മ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം പൊതി ഞാൻ നിഷ്കരണം തള്ളിക്കളഞ്ഞതോടെ ഞാൻ പട്ടിണിക്കിരിക്കുന്ന പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ പാപികൾ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ആ ക്രിസ്തുവിനെ നിനക്ക് വേണ്ട. ആ ക്രിസ്തുവിന്റെ രക്തത്തെ നിനക്ക് ആശ്രയിക്കാൻ മനസ്സില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്താണ്, ഞാൻ പട്ടിണിക്കിരിക്കുന്ന പോലെ നിങ്ങളും പാപിയായിട്ട് നരകത്തിലേക്ക് ഒഴുകി പോവുകയാണ്.